ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ ഏതായാലും കുറച്ച് ബ്ലൗസുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലൗസുകളാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബ്ലൗസുകൾ. നിങ്ങൾക്ക് ഏതായാലും പല മോഡലുകളും നമുക്കിതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് ബ്ലൗസിനെ പറ്റി കൂടുതൽ പറഞ്ഞ് അറേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ബ്ലൗസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ബോട്ട് നെക്കിൻ്റെ ബ്ലൗസാട്ടോ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ട് നെക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ മേടിക്കുന്നതാണ്. നെറ്റിൻ്റെ തുണി ഇതുപോലെ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലത്തെ നല്ല സോഫ്റ്റ് തുണി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടാൽ മതി, ക്രൈപ്പിൻ്റെ തന്നെ. അപ്പോൾ അതാ ഇതുപോലെ ബോട്ട് നെക്ക് നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ കയറിയിരിക്കുന്നതാണ്. പിന്നെ നെറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് നമുക്ക് തുണികൾ കിട്ടും. അപ്പോൾ നമുക്ക് സാരിക്കോ സെറ്റ് മുണ്ടിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മൾ സിബ് വെച്ചിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ നെറ്റിൻ്റെ തുണി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ചിലവർക്ക് കളർ കോമ്പിനേഷനായിട്ട് ഉള്ളിൽ വേറെ തരം നമുക്ക് തുണികൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതും കിട്ടും, നല്ലൊരു അട്രാക്ഷനും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിലിടുന്ന തുണി എപ്പോഴും അത്യാവശ്യം നല്ല സിൽക്ക് മുകളിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ബ്ലൗസാണ് കേട്ടോ, കണ്ടോ. സ്ലീവിൻ്റെ അവിടെ നമ്മൾ നെറ്റിൻ്റെ തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, കണ്ടോ. ഇനി നിങ്ങൾക്കിപ്പോൾ കൈയൊക്കെ വെട്ടുമ്പോൾ ഇങ്ങനത്തെ നെറ്റിൻ്റെ തുണിയായാലും ഏത് തുണിയായാലും നമുക്ക് തുണി തികയുന്നില്ല, നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ പീസ് വർക്കുകളൊക്കെ ചെയ്യാം. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കണ്ടോ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ. ഇതിപ്പോൾ നമുക്ക് അറിയാനും കൂടി ഇല്ല, കണ്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ പീസൊക്കെ വെച്ച് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം കൈയൊക്കെ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. തുണി നമ്മുടെ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിന് തുണി എടുക്കാൻ പറ്റും. നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് പൈസയുള്ള തുണിയാണെന്ന് വെച്ചാൽ കുറച്ച് മീറ്റർ കണക്കിന് കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിലൊക്കെ വെട്ടുമ്പോൾ എക്സ്ട്രാ തുണികളൊക്കെ വരും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് സ്ലീവും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോരായ്മൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസുകൾ കയറ്റാം. അപ്പോൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല, കണ്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെ ഞാനിവിടെ വെച്ചിട്ടുള്ള ചെറിയൊരു പീസാണ്, കണ്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് വെട്ടുമ്പോൾ കുറച്ച് തുണി മെറ്റീരിയൽ എന്താ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പീസൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്ങനെ പീസ് വെക്കണ്ടേ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പോയി കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ തുണികളൊന്നും എടുത്ത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള തുണി എടുത്താൽ മതി. പിന്നെ ഇത് പ്രിൻസസ് കട്ടാണ് കേട്ടോ, കണ്ടോ. ഇവിടെ പ്രിൻസസ് കട്ടിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബ്ലൗസിനൊക്കെ ഇതുപോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്കൊക്കെ ഇങ്ങനത്തെ ബ്ലൗസാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൂടുതലായിട്ടും പ്രിൻസസ് കട്ടിൻ്റെ തന്നെയാണ്. അതെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലൗസാണ് ഇത് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതും ബോട്ട് നെക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് സെറ്റ് മുണ്ട് സാരി അങ്ങനത്തേനൊക്കെ ഇടാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും പ്രിൻസസ് കട്ടിൻ്റെ തന്നെ വരുന്നതാണ് കേട്ടോ ബോട്ട് നെക്ക്. ഇതിൻ്റെ നെക്ക് നമ്മൾ ഭയങ്കരമായിട്ടും ബോട്ട് നെക്കാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് വൈഡാക്കി. ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ട് നെക്ക് മാറ്റി സാധാ കഴുത്താക്കണമെങ്കിൽ വെച്ചാൽ അങ്ങനെയും ആക്കാം. കുറച്ചൊന്ന് എന്ത് ചെയ്യുക, വെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചു ബോട്ട് നെക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബ്ലൗസുകളൊക്കെ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കഴുത്ത് നമ്മൾ കയറിപ്പോയി ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് അതുപോലെ നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റുകളും തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇതും പ്രിൻസസ് കട്ട് തന്നെയാട്ടോ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രിൻസസ് കട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ബാക്ക് നമ്മൾ സിബ് തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്. സിബ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. സിബൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അതാണ് സിബ് വെക്കുന്നത്. പിന്നെ 3/4 കൈ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കൂടുതൽ സെറ്റ് മുണ്ടിനൊക്കെ ആട്ടോ നല്ലത് ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ വരുന്നത്. ഇനി നമുക്ക് സാധാ മോഡലൊരു ബ്ലൗസ് കാണിച്ചു തരാം. എല്ലാ പ്രായമുള്ളവരും ഇന്ന് അത്യാവശ്യം കണ്ടോ. ഇത് ഫ്രണ്ടിൽ നമ്മൾ ടെക്കൊക്കെ വെച്ച് അടിക്കുന്ന ഫ്രണ്ടിൽ ഹുക്ക് വെച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മോഡൽ ഞാൻ തയ്ക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിൻ്റെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ സ്റ്റിച്ചിങ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, ഉടനെ തന്നെ ഇടുന്നുണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും.
അപ്പോൾ ഇതിങ്ങനെ കട്ടിങ് വരുന്ന ബ്ലൗസാണ് കേട്ടോ, സാധാ ബ്ലൗസാണ് ഇത്. വിത്ത് ബ്ലൗസ് അല്ല, ഇത് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കുന്നതാണ് ബ്ലൗസിന് മാച്ച്, അല്ല നമ്മൾ സാരിക്ക് മാച്ച് ആയിട്ടുള്ളത്. ഇത് നമ്മൾ വിത്ത് ബ്ലൗസിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ കൈക്കൊക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ പീസ് ഇപ്പോൾ വെച്ച് കൊടുക്കാം, നമുക്ക് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തുണിയൊക്കെ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും കേട്ടോ. തുണികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തയ്യൽ പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ എന്ത് ചെയ്യുക, കുറവെടുത്താൽ മതി, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം നമ്മുടെ ഒരു കറക്റ്റ് അളവ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ പോയി മേടിച്ചാൽ മതി, എക്സ്ട്രാ തുണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല ഗ്ലേസിങ് ഉള്ള തുണിയാണ്. നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ പെടുമോയെന്ന് നമുക്ക് തോന്നും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് ചെറിയതായിട്ട് നമ്മളൊരു വർക്കും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി. പിന്നെ കൈക്കും ചെറുതായിട്ട് വർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ, നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ സിബ് വയ്ക്കുമ്പോൾ നമുക്ക് പൂട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഫ്രണ്ടിലും സിബ് വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും പ്രിൻസസ് കട്ട് തന്നെ വരുന്നതാണ്, ഫ്രണ്ട് ഓപ്പൺ ആണെന്നുള്ളൂ. ഇങ്ങനത്തെ തുണിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പ് അതുപോലെ തന്നെ ഉടുപ്പൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ, നമുക്ക് ഒരു 100 രൂപയുടെ ബഡ്ജറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന തുണികളാണ് ഇതൊക്കെ. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുമാണ്. നമ്മൾ സെറ്റുമുണ്ട് അതുപോലെ തന്നെ സാരിക്കൊക്കെ ഭയങ്കര മാച്ചാവും, സെറ്റ് സാരിക്കൊക്കെ കൂടുതൽ മാച്ചാവുന്ന കേട്ടോ അങ്ങനത്തെ ബ്ലൗസ്. പിന്നെ ഇതും നമ്മൾ നെറ്റിൻ്റെ തന്നെ എടുത്തതാണ് കണ്ടോ. ഇതും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബാക്കാണ് കേട്ടോ, നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലാണ് നമ്മൾ സിബ് വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ സിബ് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിൽ സിബ് വയ്ക്കുമ്പോൾ നമുക്ക് കൂട്ടാനായിട്ട് എന്താ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ സിബ് വയ്ക്കുന്നുണ്ട്. ഇതും നമ്മൾ പ്രിൻസസ് കട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നെറ്റിൻ്റെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ, നല്ല എംബ്രോയിഡറി പോലത്തെ വർക്ക് വരുന്നതാണ്, നെറ്റിൻ്റെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് നമുക്ക് സാരിക്കൊക്കെ നല്ല മാച്ച് ആവുന്നതാണ് കേട്ടോ, നല്ല കാണാനും നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള ഒരു ബ്ലൗസ് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ നെക്ക് നമ്മൾ ചെറുതായിട്ടൊരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തത്, കറക്റ്റ് സ്ക്വയർ അല്ല എങ്കിലും ജസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്ക്. പിന്നെ ഇത് നമ്മൾ ഇതാണ് കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഹുക്ക് വെക്കുന്നതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കണ്ണികൾ നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വി ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര ഇത് വി ടൈപ്പ് തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത്, മറ്റേതല്ല. അപ്പോൾ വി ടൈപ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഹുക്ക് കൂട്ടാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമ്മൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ സിബ് വെക്കണമെന്നില്ല, ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഹുക്ക് വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സിബ് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇത് വിത്ത് ബ്ലൗസിൻ്റെയാണ് കേട്ടോ, നമ്മുടെ സാരിക്ക് തന്നെ വിത്ത് ബ്ലൗസ് ഗ്രീൻ കളറിനൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ച് വൈഡാക്കി കൊടുത്തിട്ടുള്ളതാണ്, നമ്മുടെ ബാക്ക് നെക്കൊക്കെ കുറച്ച് വൈഡായിട്ട് കൊടുത്തിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടത്. ഇപ്പോൾ എല്ലാവർക്കും ബാക്ക് നെക്ക് എന്താ അത്യാവശ്യം നല്ലപോലെ വൈഡാക്കണം. പിന്നെ ഇത് നല്ലൊരു കളറാണ്, നല്ലൊരു ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നൊരു കളറാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് നല്ല ഇതാണ്, കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. സെറ്റ് മുണ്ടിനാണ് തോന്നുന്നു കൂടുതൽ എനിക്ക് മാച്ചാവുന്നത് ഇത്. പിന്നെ ഇത് ഹുക്ക് തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്, നമ്മൾ സിബല്ല വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം, എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. സാരിക്കായാലും ഇപ്പോൾ ഒരു ഗ്രീൻ കളർ സാരിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇത്. പിങ്ക് ഗ്രീൻ അങ്ങനത്തെ ഡാർക്ക് കളറിനൊക്കെ ഇങ്ങനത്തെ ബ്ലാക്കും അതുപോലെ തന്നെ ഷെയ്ഡൊക്കെ വരുന്നത് ഭയങ്കര ഇതായിരിക്കും കേട്ടോ, മാച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കണ്ടോ. ഇത് നമ്മൾ സിബ് തന്നെയാണ്, ബാക്കിലാണ് കേട്ടോ സിബ് വെച്ചിട്ടുള്ളത് കണ്ടോ, ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം ഷെല്ലും വർക്കുകളൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ. അതൊക്കെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്ന തുണികൾ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഫ്രണ്ട് നമ്മളത്ര വൈഡാക്കിയിട്ടില്ല, കുറച്ചിങ്ങനെ കയറ്റി കൊടുത്തിട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ, റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം.
ഇപ്പോൾ ബ്ലാക്ക് കളർ സാരി എടുത്താലും അതുപോലെ തന്നെ ഗ്രീൻ ഡാർക്ക് കളറിനൊക്കെ നല്ല മാച്ചായിരിക്കും ഇങ്ങനത്തെ ബ്ലൗസുകൾ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇത് നെറ്റിൻ്റെ തന്നെ ഒരു ബ്ലൗസാണ് കേട്ടോ. നെറ്റ് നല്ല അടിപൊളിയാണ് കണ്ടോ. സ്ലീവ് നമ്മൾ പിന്നെ ലൈനിങ് ഇടുന്നില്ലല്ലോ, സ്ലീവിന് നമ്മൾ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്ലൗസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, അത് തന്നെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ പ്രിൻസസ് കട്ട് അടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാ ബ്ലൗസ് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പ്രിൻസസ് കട്ട്. പിന്നെ ബോർഡറിനൊക്കെ ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നെക്കിനൊക്കെ ഡിഫറൻസ് ഒക്കെ വരുത്താം. ഇവിടെയൊക്കെ നമുക്ക് ഹോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് നെക്കിന് ഭയങ്കര ഡിഫറൻസ് വരുത്താം. പിന്നെ സ്ക്വയറോ അല്ലെങ്കിൽ വി ടൈപ്പൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട നെക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബ്ലൗസിനൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരിക്കും. എനിക്ക് തോന്നുന്നു കോളറൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാരിക്കൊക്കെ ഒരു അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടില്ല, കോളർ വെച്ചിട്ടുള്ള ബ്ലൗസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അത്യാവശ്യം കുറച്ച് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ബ്ലൗസുകളൊക്കെ ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൗസിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ ബ്ലൗസുകളൊക്കെ ഒന്ന് കാണിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് നമുക്ക് റേറ്റ് കുറവിനൊക്കെ കിട്ടുന്ന തുണികളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട തുണികൾ ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ബ്ലൗസ് നമ്മുടെ കയ്യിലുള്ള സാരി വെച്ച് തന്നെ കോമ്പിനേഷൻ നോക്കിയിട്ട് ബ്ലൗസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നെക്കൊക്കെ മടക്കിയടിക്കാനായിട്ട് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ലൈനിങ് ഇടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് ആ ലൈനിങ് വെച്ച് തന്നെ ഇങ്ങനെ മടക്കിയടിക്കാം. ലൈനിങ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പീസ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇപ്പോൾ ഒരു ചെറിയ പീസ് ഇങ്ങനെ വെട്ടിയെടുക്കണം, റൗണ്ട് വെട്ടിയെടുക്കണം കേട്ടോ. നമ്മുടെ നെക്കിനനുസരിച്ച് റൗണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ നല്ല പുറത്തിങ്ങനെ ഈ തുണി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇതിങ്ങോട്ട് മറിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പൈപ്പിംഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി പൈപ്പിംഗ് വെക്കാണ്ട് നമ്മൾ കഴുത്ത് മാത്രം ഒന്ന് മടക്കിയടിക്കാനെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ മറച്ചിട്ടിട്ട് ഈ ഒരു കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, ഇതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. അതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലോട്ട് കറക്റ്റ് ആക്കിയിട്ട് മടക്കി എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ നെക്ക് മടക്കിയടിക്കുന്നത്. അപ്പോൾ നെക്ക് മടക്കിയടിക്കാൻ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് മടക്കിയടിക്കുക. ലൈനിങ് ഇട്ടിട്ടുള്ളത് എങ്ങനെയാണ് മടക്കിയടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബ്ലൗസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ആം ഹോള് അതുപോലെ തന്നെ സ്ലീവൊക്കെ നമുക്ക് ഫുൾ സ്ലീവ് എടുക്കാം. ഏത് സ്ലീവ് ആണെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് എന്തോരാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സ്ലീവ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അളവിൽ നമുക്ക് ബ്ലൗസുകളൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പുറത്തൊന്നും പോയി പൈസ കളയേണ്ട ആവശ്യമില്ല. പിന്നെ മെറ്റീരിയൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇപ്പോൾ ബ്ലൗസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചുരിദാർ ഇതിനൊക്കെ നമ്മൾ അത്യാവശ്യം കുറേ റണ്ണിങ് മെറ്റീരിയൽ എടുക്കേണ്ടി 2 മീറ്റർ 2.5 മീറ്ററൊക്കെ നമ്മൾ ചില സമയത്ത് തുണികൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചുരിദാറൊക്കെ നമുക്ക് തയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 1.5 മീറ്റർ കൊണ്ടൊക്കെ നമുക്ക് ചുരിദാറൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്ക്കാം. 1 മീറ്റർ കൊണ്ട് നമുക്ക് തയ്ക്കാം കേട്ടോ. അതിനനുസരിച്ച് അടിയിലൊക്കെ ഒന്ന് വേറൊരു ചേഞ്ചൊക്കെ ചെയ്ത് തുണികളൊക്കെ ഫ്രില്ലും അതുപോലെ തന്നെ കൈയൊക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന കളറുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്യാം. 1 മീറ്റർ കൊണ്ട് തയ്ച്ചിട്ടുള്ള ചുരിദാറുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഫ്രോക്ക് നൈറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് ഇനി അടുത്ത വീഡിയോയിൽ അങ്ങനത്തെ ഉടുപ്പുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇനി പീസ് വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ചെറിയ ഞാൻ കാണിച്ചു തരാൻ ഇവിടെ പറഞ്ഞ് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ കണ്ടോ, ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, എക്സ്ട്രാ നമുക്ക് തുണി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഓരോ സൈഡിലും കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല, ശ്രദ്ധിക്കുകയില്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ പീസ് വർക്കുകളൊക്കെ ചെയ്യാം. ചുരിദാറിൽ ചെയ്യാം നമുക്ക്. പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കമ്പർലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് എന്തായാലും പീസുകൾ എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കുറേ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുന്നതിന് പകരം പീസുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യോക്ക് അംബ്രല്ലയിൽ മിക്കവാറും വേണ്ടി വരും. കാരണം അതിങ്ങനെ തുണീനെ മടക്കിയിടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് തുണികൾ വേണ്ടി വരും, ആ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുണികൾ പലയിടത്ത് എത്താണ്ടൊക്കെ വരും.
അപ്പോൾ നമ്മൾ എക്സ്ട്രാ തുണികൾ എടുക്കുന്നതിന് പകരം പീസുകൾ നമുക്ക് എന്തായാലും എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്ക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തയ്യലിൻ്റെ വീഡിയോ നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനിയും ചുരിദാറൊന്നും നിങ്ങൾക്ക് വെട്ടാനും തയ്ക്കാനും ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ്, എങ്ങനെയാണ് സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് പഠിക്കാൻ പറ്റും. കറക്റ്റ് നമ്മൾ ചെയ്താൽ മതി. ഓരോ പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരച്ച് നമുക്ക് അളവുകളും കാര്യങ്ങളും തന്നെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാനുള്ള അത്യാവശ്യം നമുക്കൊരു ധൈര്യം ഉണ്ടാവും. പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ നമ്മൾ തയ്യൽ പഠിക്കാൻ പോയാൽ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറേ ഇങ്ങനെ തരും. നമ്മൾ വീട്ടിൽ നിന്ന് തുണികളൊക്കെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യണം, പഴയ തുണികളൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് എന്താ ആ പെർഫെക്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഇടാനുള്ള ചുരിദാറൊക്കെ നമുക്ക് തന്നെ തയ്ക്കാം. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങിയാലേ നമുക്കത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് എന്താ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എന്തായാലും പഠിക്കാം കേട്ടോ. ഇന്നത്തേൽ നമ്മൾ ഈ ബ്ലൗസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്നല്ല ഏത് വീഡിയോയിലെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം.